+2 സയൻസ് ആയിരുന്നു. ഇതിന് നീറ്റിന് പോയി കിട്ടിയില്ല. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ ചേർന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫൗണ്ടേഷൻ കിട്ടിയില്ല. അപ്പോൾ 2 ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സക്സസ് ആയതുകൊണ്ട് ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. ഇവളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പുറത്താണ്, വിദേശത്തിന് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ടിന് ഇവളുടെ റോൾ നമ്പറൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിത് കാണുന്നത് ഇവളെ വീഡിയോ ആണ് ആദ്യം എനിക്ക് അയച്ചു തന്നത് കാണുന്നത്. അപ്പോൾ വീഡിയോ നോക്കി അതിൻ്റെ റിസൾട്ട് അയച്ചു തന്നു. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് തോന്നി. കാരണം അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഇവൾ മെൻ്റലി എത്രമാത്രം സ്ട്രെസ്ഡ് ആയിരുന്നു എന്നുള്ളത്. കാരണം നീറ്റിന് ഫെയിലായി, ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, നോ പ്രോബ്ലം, നിനക്ക് അടുത്ത് ട്രൈ ചെയ്യാം, സമയം ഇഷ്ടം പോലെ കിടപ്പുണ്ട്, ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും അവൾ മാനസികമായിട്ട് എത്രമാത്രം ടെൻഷൻ അനുഭവിക്കുന്നുണ്ടായിരുന്നുള്ളത് ഇവളുടെ ഹാപ്പിനെസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതെന്തായാലും അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഇനി നിൻ്റെ റൂട്ട് ഇത് തന്നെയാണ്, ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് മറ്റൊന്നിലേക്ക്. കാരണം അവളുടെ അനിയത്തി ജർമ്മൻ ഭാഷ പഠിക്കാൻ പോവാണ്. ഇവളുടെ കൂട്ടത്തിൽ ഇവിടെ തന്നെ നിൽക്കും, ഏത് കോഴ്സായിരുന്നാലും ഇന്ത്യയിൽ തന്നെ ഇല്ല കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന പലരും അതൊക്കെ ഇട്ടേച്ചിട്ട് IELTS ജർമ്മൻ ഭാഷയൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഇവക്കും ഡ്രോപ്പ് ചെയ്താലോ എന്നുള്ളൊരു ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും ഇല്ല, ഒന്നുകൂടി നോക്കാം, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിനക്കതിൽ നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എങ്കിൽ ഓക്കെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനി CA പാസ്സാകാതെ നിന്നെ കെട്ടിച്ചു വിടുകയില്ല, അത് പാസ്സായിട്ട് ബാക്കി നോക്കിയാൽ മതി, അത്ര മാത്രം.